ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഭരണാധികാരിയെ എങ്ങനെ ഉപദേശിക്കണം. സമരങ്ങൾ അനുവദനീയമാണോ? ഭരണാധികാരിക്കെതിരെയുള്ള സമരങ്ങൾ, പ്രതിഷേധ സമരങ്ങൾ അനുവദനീയമാണോ? അടിസ്ഥാനപരമായി ഭരണാധികാരിക്കെതിരെ പരസ്യമായി ശബ്ദിക്കരുത്. അത് നമുക്ക് ഖുർആനിലും ഹദീസിലും തെളിവുകൾ കാണാം. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളാഹുവിനുള്ള ചോദ്യമാണ്, ഹൽ ഹദീസു അഫ്ളലുൽ ജിഹാദ് കലിമത്തുൽ ഹഖ് ഇൻദ സുൽത്താനിൻ ജായിരിൻ യുസദ്ദിഖു ഫീമൻ യൻകറു അലൽ ഹാക്കിമി ഫീ വസായിലിൽ ഇഅ്ലാം. അപ്പോൾ ഷെയ്ഖ് ഫൗസാനുള്ള ചോദ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ക്രൂരനായ ഭരണാധികാരിയുടെ അടുക്കൽ സത്യത്തിന്റെ വാക്ക് പറയലാണ് എന്ന ഹദീസ് ഭരണാധികാരികളെ മാധ്യമങ്ങളിലൂടെയും മറ്റും വിമർശിക്കുന്നത് സാധൂകരിക്കുന്നുണ്ടോ? അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ അതിനുള്ള ഉത്തരം പറയുകയാണ്. അഥവാ ചോദ്യം എന്താണ്? ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം പറയലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരസ്യമായിട്ട് ഭരണാധികാരികളെ വിമർശിക്കാമോ? അൽ ഇജാബ, ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ള ഉത്തരം പറയാണ്, ലാ. അൽ ഹദീസു യഖൂൽ ഇൻദ സുൽത്താനിൻ ജായിർ, യാനി മുശാഫഹത്തുൻ ഇൻദഹു മാ ഖാല അന്നഹു യുൻകറു അലൈഹി അലൽ മനാബിരി വഅലൽ തുറുഖാത്ത് യഖൂലു ഇൻദഹു അല്ലാഹു ജല്ല വഅല വഖാല ലിമൂസ വഹാറൂൻ ഫഅതിയാഹു യാനി ഫിർഔൻ ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ. ഇത് ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലുള്ള ചോദ്യം ഉത്തരവാണ്. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ള അതിന് ഉത്തരം പറഞ്ഞത് ഇല്ല. ഹദീസിൽ പറയുന്നത് ക്രൂരനായ ഭരണാധികാരിയുടെ അടുക്കൽ ഇന്ദ എന്നാണ്, ഇന്ദ സുൽത്താനിൻ ജായിർ. അതിനർത്ഥം ഇത് അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ച് സംസാരിക്കുക എന്നതാണ്, അല്ലാതെ മിമ്പറുകളിലോ വഴിയോരങ്ങളിലോ വെച്ച് വിമർശിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ജല്ല വഅല മൂസായോടും ഹാറൂനോടും അലൈഹിസ്സലാം പറഞ്ഞത് ഇപ്രകാരമാണ്, ഫഅതിയാഹു, നിങ്ങൾ രണ്ടുപേരും അവന്റെ അടുക്കൽ ചെല്ലുക, സമീപത്ത് ചെല്ലുക, അതായത് ഫിർഔനിന്റെ അടുക്കൽ. ഇങ്ങനെയാണ് ഖുർആനിലുള്ള തെളിവ്. ഇത് സൂറത്ത് ത്വാഹ അധ്യായം 20 47 വചനം. എന്നിട്ട് എങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, എന്നിട്ട് നിങ്ങൾ അവനോട്, ഫിർഔനോട്, നിങ്ങൾ രണ്ടുപേരും മൂസയും ഹാറൂനും അലൈഹിസ്സലാം സൗമ്യമായ വാക്ക് പറയുക. ഇത് സൂറത്ത് താഹയിൽ തന്നെ 20 അധ്യായം 44 വചനാണ്. ഇനി മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കൽ പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ അതിക്രമിയായിരിക്കുന്നു. ഇത് സൂറത്ത് താഹയിൽ 43 വചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കലേക്ക് പോവുക. ഇദ്ഹബ് ഇലാ ഫിർഔന, ഫിർഔന്റെ അടുക്കലേക്ക് പോവുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്ത് താഹയിലെ 43 വചനം. ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോട് പോലും അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുന്നവർ ആദ്യമായി സംസാരിക്കേണ്ടത് തൗഹീദാണ്. അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫിർഔന്റെ അടുക്കൽ പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതികവിഞ്ഞിരിക്കുന്നു. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ? കണ്ടോ, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, ശിർക്ക് പാടില്ല എന്ന് പറയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അധ്യായം 79 17 18 വചനാണ്. അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്,
തീർച്ചയായും എല്ലാ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ റസൂലുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും താഗൂത്തിനെ, ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്നും പ്രബോധനം ചെയ്തുകൊണ്ട് എല്ലാ സമുദായത്തിലേക്കും റസൂലുമാരെ അയച്ചിട്ടുണ്ട്. ഇത് സൂറത്തുൻ നഹലിലെ 36-ാം വചനം, 16-ാം അധ്യായം 36-ാം വചനം. അപ്പൊ ഏതൊരു പ്രവാചകനും അലൈഹിസ്സലാം അവരുടെ മുൻഗണന പ്രബോധനം ചെയ്തത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആരാധനക്കർഹൻ സത്യപ്രകാരമായി അള്ളാഹു മാത്രമാണ് എന്ന് പറയാനും ശിർക്ക് വെടിയാനുമായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഹദീസിന്റെ തെളിവ് നോക്കാം. ഭരണാധികാരിയോട് എങ്ങനെ ഉപദേശിക്കണം, നസീഹത്ത് കൊടുക്കണമെന്ന്. عن إياض بن غنم الأشعري قال قال رسول الله صلى الله عليه وسلم من أراد أن ينصح لذي سلطان فلا يبده علانية ولكن يأخذ بيده فيخلو به فإن قبل منه فذاك وإلا كان قد أدى الذي عليه. ഇത് മുസ്നദ് അഹ്മദിലെ 14909 ഹദീസാണ്. ഷേഖ് അൽബാനി റഹിമഹുല്ലാ സഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസിൽ എന്താ പറയുന്നത്? ഇയാദ് ഇബ്നു ഗനം അൽ അശ്അരി റിപ്പോർട്ട് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഭരണാധികാരിയെ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനത് പരസ്യമായി ചെയ്യരുത്. മറിച്ച് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹവുമായി തനിച്ചായിക്കൊണ്ട് ഉപദേശിക്കുക. ഉപദേശം സ്വീകരിച്ചാൽ അത് നല്ലതാണ്, ഉപദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അവന്റെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം പരസ്യം പാടില്ല എന്ന് ഹദീസിൽ വ്യക്തമാണ്, തനിച്ചായിക്കൊണ്ട് ഹദീസിൽ വ്യക്തമാണ്. ഇനി ഉപദേശം സ്വീകരിച്ച അൽഹംദുലില്ലാഹ്, സ്വീകരിച്ചിട്ടില്ലെങ്കിലോ പ്രബോധകന്റെ ബാധ്യത തീർന്നു. ബാറക്കല്ലാഹു ഫീക്കും. ക്രൂരനായ ഭരണാധികാരിയോട് തനിച്ചായിക്കൊണ്ടും കത്ത് മുഖേനയും ആവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികൾക്ക് കത്തുകൾ അയച്ച തെളിവുകളുണ്ട്. സൗമ്യമായി മാത്രമേ ഉപദേശ വിമർശനങ്ങൾ നടത്താൻ പാടുള്ളൂ. നമ്മൾ ആയത്ത് വായിച്ചല്ലോ, കൗലൻ ലയ്യിനൻ, സൗമ്യമായിട്ട് സംസാരിക്കണം. ഭരണാധികാരി തെറ്റ് തിരുത്തും എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലും ഭരണാധികാരിക്കെതിരെ പരസ്യമായി സംസാരിച്ചാൽ അത് പൊതുജനങ്ങളെ ഇളക്കിവിടുകയോ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുകയോ ചെയ്യില്ല. ഉപദേശിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലും മാത്രമേ പരസ്യമായി ഉപദേശിക്കാവൂ. അതിന്റെ തെളിവെന്താ? മർവാൻ ബിൻ അൽ ഹക്കമിനെ അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമ ഈദ് ദിനത്തിൽ നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ നൽകിയത് പരസ്യമായി തിരുത്തിയത്. അപ്പൊ ഈദ് ദിനത്തിൽ നമുക്കറിയാം, ആദ്യം നിസ്കാരമാണ്, പിന്നെയാണ് ഖുത്ബ. പക്ഷെ ഈ സംഭവത്തിൽ അബൂ സയ്യിദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ സംഭവത്തിൽ ആദ്യം ഖുത്ബയാണ് പറയാൻ പോയത്. അപ്പം തന്നെ അവിടെ ഉപദേശിച്ചു, അത് തിരുത്തപ്പെട്ടു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇത് പരസ്യമാണ്, ഈദ്ഗാഹ് ആണ്, പരസ്യമായ സ്ഥലമാണ്, പൊതുജനങ്ങളുള്ള സ്ഥലമാണ്. കൂടുതൽ വിശദമായി ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ഫതവാലിൽ ആമിരീൻ ബിൽ മഅറൂഫ് വ നഹീൻ അനിൽ മുൻകർ, അതുകൂടാതെ ലിഖാ അൽ ബാബ് അൽ മഫ്തൂഹിലും 6239 കാണുക. അപ്പൊ ഇവിടെ ഭരണാധികാരി തെറ്റ് തിരുത്തുമെന്ന് ഉറപ്പാണ്, ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിയുകയോ ആഭ്യന്തര കലാപം ഉണ്ടാവുകയോ ഇല്ല എന്ന സാഹചര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാത്ത പക്ഷം തനിച്ചായി ഉപദേശിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പരസ്യമായി വിമർശിക്കാമെന്ന തെളിവുകൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദോഷമുണ്ടാവില്ല, ഗുണമാണ് ഉണ്ടാവുക എന്ന സാഹചര്യങ്ങളാണെന്ന് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ മിമ്പറിലോ വഴിയോരങ്ങളിലൊക്കെ ഭരണാധികാരികൾക്കെതിരെ സംസാരിച്ചാൽ അത് നാട്ടിൽ ഫിത്നയും കുഴപ്പങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അടിസ്ഥാനപരമായി ഒരു ഭരണാധികാരി ഉപദേശിക്കേണ്ടത്
പരസ്യമായിട്ടല്ല, തനിച്ചായിക്കൊണ്ടാണ്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കോടതിയെ സമീപിക്കാതെ പരിഹാരമില്ലെങ്കിൽ അനിവാര്യമാണെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ല, ഇസ്ലാമിൽ അതിന് തെളിവുണ്ട്. കോടതികളെ സമീപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു കാലഘട്ടത്തിലും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറയാറുണ്ട്. സഹാബാക്കളുടെ കാലഘട്ടത്തിലും റളിയല്ലാഹു അൻഹു. കോടതി വിധി പ്രതികൂലമാണെങ്കിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ക്ഷമിക്കലാണ്. ബാറക്കല്ലാഹു ഫീക്കും. ബഹുസ്വര സമൂഹത്തിൽ ബലഹീനരായി പീഡിപ്പിക്കപ്പെട്ട പൊതുജനം ഭരണകൂടത്തിനെതിരെ തിരിയാതെ ക്ഷമ അവലംബിച്ചാൽ അവർക്ക് വിജയമുണ്ട്. ഇതിന്റെ തെളിവുകൾ എന്താ? അള്ളാഹു പറഞ്ഞു, കുഫു ഐദിയക്കും വഅഖീമുസ് സ്വലാത്ത വആതുസ് സക്കാത്ത. നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടഞ്ഞു വെക്കുകയും നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുകയും. ഇത് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 77-ാം വചനാണ്. അതുകൊണ്ട് ബഹുസ്വര സമൂഹത്തിൽ അധികാരമില്ലാത്തപ്പോൾ ഭരണാധികാരികൾക്കെതിരെ കൈകൾ ഉയർത്താൻ, യുദ്ധം ചെയ്യുവാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുമുൽ വാരിഥീൻ. നാട്ടിൽ ബലഹീനരായി പീഡിപ്പിക്കപ്പെട്ടവരായി ഗണിക്കപ്പെടുന്നവർക്ക് ദാക്ഷിണ്യം ചെയ്യണമെന്ന് നാം ഉദ്ദേശിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നു. അവരെ നേതാക്കന്മാരാക്കുകയും അവരെ അനന്തരാവകാശികളാക്കുവാനും ഉദ്ദേശിക്കുന്നു. ഇത് അധ്യായം 28 5-ാം വചനം. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. അടിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതയ്ക്ക് നാം അനുഗ്രഹിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂപ്രദേശങ്ങൾ നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികളിൽ അവർ ശ്രമിച്ചതിൻ്റെ ഫലമായി നിന്റെ രക്ഷിതാവിൻ്റെ ഉത്തമമായ വചനം നിറവേറുകയും ഫിർഔനും അവൻ്റെ ജനതയും നിർമ്മിച്ചു കൊണ്ടിരുന്നതും അവർ കെട്ടിയുയർത്തിയിരുന്നതും നാം തകർത്ത് കളയുകയും ചെയ്തു. ഇത് ആറാഫിലെ അധ്യായം 7 137-ാം വചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ അള്ളാഹു ബനി ഇസ്രായേലികൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ അവർ ക്ഷമിച്ചത് കൊണ്ട് അവർക്ക് പിന്നീട് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തു. ഫിർഔനെ നശിപ്പിച്ചു. അങ്ങനെ അവർക്ക് ക്ഷമിച്ചത് കാരണം അവർക്ക് അധികാരം ലഭിച്ചു. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ബനി ഇസ്രായേലിനെ ഫിർഔനെതിരെ തിരിച്ചിട്ടില്ല, പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടില്ല. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയുന്നു, നോക്കൂ. വഅഖ്ബറ തആല അന്നഹു ഔറസൽ ഖൗമുല്ലദീന കാനൂ യസ്തദഈഫൂന വഹും ബനി ഇസ്രായീല മശാരിഖുൽ അർളി വമഗാരിബഹ. അല്ലാഹു പറഞ്ഞത് ബലഹീനരായി പീഡിപ്പിക്കപ്പെട്ട സമൂഹമായിരുന്ന അവരാണ് ഇസ്രായേൽ സന്തതികൾ. അവർക്ക് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അനന്തരമാക്കി കൊടുത്തു. വഖൗലുഹു വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമുഹു ഐ വഖറബ്നാ മാ കാന ഫിർഔന വഖൗമുഹു യസ്നഊനഹു മിനൽ ഇമാറാത്തി വൽ മസാരി. അല്ലാഹു പറഞ്ഞു, ഫിർഔനും അവന്റെ ജനങ്ങളും നിർമ്മിച്ചു കൊണ്ടിരുന്നത് നാം നശിപ്പിക്കുകയും ചെയ്തു. അതായത് ഫിർഔനും അവന്റെ ജനങ്ങളും നിർമ്മിച്ച കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും നാം നശിപ്പിച്ചു. ഖുർത്തുബിയുടെ തഫ്സീർ കാണാം, ബിമാ സബറു, ആയത്തിൽ പറഞ്ഞ ബിമാ സബറു ഐ ബിസബരിഹിം അലാ അദാ ഫിർഔൻ. അവർ ക്ഷമിച്ചത് നിമിത്തം, അതായത് ഫിർഔനിന്റെ ഉപദ്രവത്തോടുള്ള അവരുടെ ക്ഷമ. അപ്പൊ അവർക്കുണ്ടായ ഗുണം, അവർ ക്ഷമിച്ചു എന്നുള്ളതാണ്. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അവർ ബലഹീനരായപ്പോൾ, അങ്ങനെ അല്ലാഹു അവർക്ക് അനുഗ്രഹം ചെയ്തു. അവർക്ക് കിഴക്കും പടിഞ്ഞാറും അധികാരം കൊടുത്തു. ഫിർഔനിനെ, ക്രൂരനായ ഭരണാധികാരിയെ നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും എല്ലാം നശിപ്പിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രക്ഷോഭ സമരങ്ങളുടെ അവസ്ഥ നോക്കൂ. അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്? സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങൾ, അങ്ങനെ ഇവിടെ തുടങ്ങാം. സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങൾ
അത് അനുവദനീയമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞ തുടങ്ങാം. പക്ഷേ അത് നമുക്ക് അനുഭവമാണ്, നമ്മളെല്ലാം സാക്ഷിയാണ്. ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തി തീർത്തത്. സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത നിരപരാധികൾക്ക് ഭൗതിക നാശനഷ്ടങ്ങളും ജീവഹാനിയും മാത്രമാണ് വരുത്തിയത്. നിരവധി പേർ അനാഥരായി, വിധവകളായി, തലമുറകളായി അഭയാർത്ഥി ക്യാമ്പുകളും സൃഷ്ടിക്കപ്പെട്ടു. ഒരു നിരപരാധി വധിക്കപ്പെട്ടാൽ അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭ സമരങ്ങൾ അനുവദനീയമാണ് എന്നാണെങ്കിൽ ജനാധിപത്യം വന്നാൽ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കാമോ? നഊദുബില്ല. കാരണം പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ഇന്ത്യൻ സാഹചര്യം കൂടുതൽ സാദൃശ്യം മക്ക കാലഘട്ടത്തോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തോടാണ്. മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സമരം ചെയ്യാതെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷമിക്കുകയാണ് ചെയ്തത്. അവർ ആ ശത്രുക്കൾക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം ബനി ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ അവർ സമരം നടത്തിയിട്ടില്ല, ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയ വിദ്അത്താണ്. എല്ലാ വിദ്അത്തുകളും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു സമരം അക്രമാസക്തമായപ്പോൾ, ചേരിചേര സംഭവം, ഗാന്ധിജി അത് ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. സമരം വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു അമുസ്ലിമായ ഖുർആനും ഹദീസും അറിയാത്ത ഗാന്ധിജിക്ക് പോലും സമരങ്ങളുടെ ദോഷങ്ങൾ ബോധ്യമായിട്ടും നമുക്ക് മനസ്സിലായില്ല എന്നത് ആശ്ചര്യകരമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഈ സമരങ്ങളിൽ പുറമേ നിന്നുള്ള ഇടപെടലുകളുണ്ട്. അതിന് പുറമെ ഈ വിദഗ്ധത്തിന് ഇതൊന്നും വിദഗ്ധാണ്. അതിന് പുറമെ ഹറാമുകളുണ്ട്. സ്ത്രീകളും പുരുഷനും ഇടകലരുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പുറമേ നിന്ന് ഇടപെടുമ്പം അക്രമാസക്തമാകുന്നു. അപ്പൊ സമാധാനപരമായ പ്രക്ഷോഭ സമരങ്ങളുടെ അവസ്ഥ, അതിന് ഭവിഷ്യത്തുകൾ, അതിന് ദോഷമുണ്ട്. അതുകൊണ്ട് അത് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തതുമാണ്. അത് ബിദ്അത്താണ്, അതിൽ ഹറാമുകളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അടിമകളാക്കപ്പെട്ട ഇസ്രായേൽ സന്തതികളെ അഥവാ ഈജിപ്തിലെ അന്നത്തെ പൊതുജനം മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മർദ്ദക ഭരണത്തിനെതിരെ തിരിക്കുകയോ വിപ്ലവം നടത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇസ്രായേൽ സന്തതികളെയും കൂട്ടി ഫലസ്തീനിലേക്ക് പലായനം ചെയ്തുകൊണ്ടാണ് അവരെ മോചിപ്പിച്ചത്. അള്ളാഹു മൂസയോടും ഹാറൂനോടും അലൈഹിസ്സലാം ഫിർഔനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു: അൻ അർസിൽ മഅനാ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ നീ വിട്ടയച്ചു തരണമേ എന്ന് ഫിർഔനോട് പറയുക. ഇത് അള്ളാഹു പറഞ്ഞതാണ്. ഇത് അധ്യായം 26 വചനാണ്. ഇതിന്റെ തഫ്സീറിൽ അൽ ബഗാവി പറയുന്നു: അൻ അർസല ഐ ബി അന്ന അർസല മഅനാ ബനി ഇസ്രായേൽ ഇലാ ഫലസ്തീൻ വലാ തസ്തഅബ്ദഹും വകാന ഫിർഔന യസ്തഅബ്ദഹും 400 സന. നീ വിട്ടയക്കുക, ഫിർഔനോട് പറയാണ്. അതായത് അതിനർത്ഥം ഇസ്രായേൽ സന്തതികളെ തങ്ങളോടൊപ്പം, മൂസായോടും ഹാറൂൻ അലൈഹിസ്സലാമോടൊപ്പം ഫിർഔനോട് വിട്ടയക്കാൻ പറയാണ്. ഫലസ്തീനിലേക്ക് വിട്ടയക്കണമെന്നും അവരെ അടിമകളാക്കി വെക്കരുതെന്നും ഫിർഔനോട് ആവശ്യപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചു. ഫിർഔൻ അവരെ 400 വർഷം അടിമകളാക്കിയിരുന്നു. അപ്പൊ ഇത് തഫ്സീറുൽ ബഗാവി പറഞ്ഞതാണ്. ആ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് തനിച്ചായിരുന്നു സംസാരിച്ചത്, പരസ്യമായിട്ടല്ല. ബനു ഇസ്രായേലിനെ ഫിർഔനെതിരെ തിരിച്ചിട്ടില്ല, പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഭരണാധികാരിക്കെതിരെ ഒരു പ്രവാചകനും അലൈഹിസ്സലാം അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സമരം നടത്തിയിട്ടില്ല. അതിന് യാതൊരു തെളിവുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവർ യാതൊരു സമരങ്ങളും നടത്തിയിട്ടില്ല. അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. ക്ഷമിച്ചപ്പോഴാണ് അവർക്കെല്ലാവർക്കും അള്ളാന്റെ സഹായം ലഭിച്ചത്, അള്ളാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.